ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്ത സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം വലിയ വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2080 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 1.5 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം വെറും 600 മീറ്ററുമാണ്. ഒത്തിരി വീടുകളുള്ള ഒരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. മനോഹരമായൊരു കൊളോണിയൽ സ്റ്റൈൽ എലിവേഷനാണ് വീട് നൽകിയിരിക്കുന്നത്. 4 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വഴിയാണ് വീടിന് മുന്നിലായുള്ളത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിന്റെ ഗേറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. 2 ഇന്നോവ കാറുകൾ നമുക്ക് സുഖമായി ഈ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്യാവുന്നതാണ്. കടപ്പാക്കലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KW വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. മുഴുവനായി ഗ്രാനൈറ്റിൽ ചെയ്തിരിക്കുന്ന 2 പേർക്ക് ഇരിക്കാവുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. വലിയൊരു കോർണർ സെറ്റ് നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. മൾട്ടി വുഡിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായ TV യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വുഡൻ പാനലിംഗും പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് സീലിംഗ് വർക്ക് നൽകിയിരിക്കുന്നത്. നമുക്കിനി നേരെ ഇവിടെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. വളരെ സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു ക്രോക്കറി യൂണിറ്റും ചെറിയൊരു ഷെൽഫൊക്കെ കൊടുത്ത് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങിമാരെ തന്നെയാണ് വാഷ് കൗണ്ടറും സെറ്റ് ചെയ്തിരിക്കുന്നത്. മോഡേൺ ലുക്കിലുള്ള ഒരു വാഷ് കൗണ്ടറും ടോപ്പ് ഭാഗത്തായി പ്രൊഫൈൽ LED ഒക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ തന്നെയാണ് ഇവിടെ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൃത്യമായി കിഴക്ക് ദർശനമാക്കി തന്നെയാണ് അടുക്കള വെച്ചിരിക്കുന്നത്. താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഗ്രേ കളറിലാണ് ഇവിടെ കിച്ചൺ കബോർഡിന്റെ കളർ നൽകിയിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ വർക്ക് ഏരിയയിലേക്കാണ്. ഇവിടെയും ഒരു സ്ലാബും സിങ്കൊക്കെ ബിൽഡർ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 13 അടിയുള്ള നീളവും 11 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് കൂടെ തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റും അറ്റാച്ച് ചെയ്ത് തന്നെയാണ് വാർഡ്രോബ് നിർമ്മിച്ചിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റും വുഡൻ സീലിംഗ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ബെഡ്റൂം സീലിംഗ് വർക്കുകളും നൽകിയിരിക്കുന്നത്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീടിന്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഭംഗിയാക്കി തന്നെയാണ് ഈ റൂമിലും സീലിംഗ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. 2ാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് ബിൽഡർ കൊടുത്തിരിക്കുന്നത്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹാൻഡ് റെയിലാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1ാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീടിന്റെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. നല്ല വലിപ്പമുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സുഖമായി നമുക്കിവിടെ ഒരു കോർണർ സെറ്റിയൊക്കെ ഇടാവുന്നതാണ്. വുഡൻ ആൻഡ് ബ്ലാക്ക് ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന നല്ലൊരു TV യൂണിറ്റും നമുക്കിവിടെ കാണാം. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് സീലിംഗ് വർക്ക് നൽകിയിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 17 അടിയോളം നീളം വരുന്ന വലിയൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് ഇവിടെ ബിൽഡർ നൽകിയിരിക്കുന്നത്. തീർച്ചയായും വാർത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള ഒരു പോയിന്റും ബിൽഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 13 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി 3 പാളികളുള്ള ഒരു വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. അതിനോടുകൂടെ തന്നെയാണ് ഡ്രസ്സിംഗ് ടേബിളും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11 അടിയോളം നീളത്തിലാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ആവശ്യത്തിന് വെന്റിലേഷനൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. 3 പാളികളുള്ള ഒരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. നല്ല ഭംഗിയുള്ളൊരു പ്ലെയിൻ സീലിംഗ് വർക്കാണ് ഈ റൂമിൽ നൽകിയിരിക്കുന്നത്. ഈ വീട്ടിലെ 4 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് ബിൽഡർ കൊടുത്തിരിക്കുന്നത്. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. അല്പം ഭാഗം കവേർഡാക്കിയും ബാക്കി ഓപ്പൺ സ്പേസുമായിട്ടാണ് ഇവിടെ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ വരുന്ന മതിലിൽ നല്ലൊരു ടെക്സ്ചർ ഡിസൈൻ വർക്കൊക്കെ ബിൽഡറോട് കൊടുത്തിട്ടുണ്ട്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2080 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.